ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റോസ്മേരി വാട്ടർ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു ജെന്യുവൻ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ അതാണ്. പണ്ട് കാലം മുതലേ ആളുകൾ ഉപയോഗിക്കുന്നതായിരുന്നിട്ട് പോലും നമ്മളുടെ നാട്ടിൽ റോസ്മേരി ആക്ച്വലി ട്രെൻഡിങ് ആയി തുടങ്ങിയിട്ട് ഒരു 4 വർഷമായിട്ടുണ്ടാവും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും ഒരുപാട് മെഡിസിനൽ വാല്യൂസും ഉള്ളതുമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത്. കക്ഷി ആക്ച്വലി ഒരു മെഡിറ്ററേനിയൻ ഒറിജിനാണ്. നമ്മുടെ മിൻറ്റിൻ്റെ ഫാമിലിയിലെ ഒരു അംഗമാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോവിഡിന് ശേഷമാണ് നമ്മുടെ ആളുകൾ ഹെയർ ഫോളിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങിയത്. അതിന് മുൻപ് വരെയും ഹെയർ ഫോൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആളുകൾ അതിന് അത്രയും അറ്റൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ റോസ്മേരി വാട്ടറിൻ്റെ വീഡിയോയും കയറി ട്രെൻഡിങ് ആവുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ്, റോസ്മേരി വാട്ടർ, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ, അങ്ങനെ പല പ്രോഡക്ട്സും മാർക്കറ്റിൽ വരാൻ തുടങ്ങി. നമ്മുടെ ആളുകൾ അതൊക്കെ കണ്ട് വാങ്ങാനും തുടങ്ങി. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, ചിലർക്ക് ശരിയായി, ചിലർക്ക് ശരിയായില്ല. അപ്പോൾ ശരിയാവാത്ത ആൾക്കാർ അവരുടെ ഉണ്ടായിരുന്ന മുടിയും പോയി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് വരാനും തുടങ്ങി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ഹെയർ ഫോളിൻ്റെയും റീസൺ ഒന്ന് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ പ്രായം, നമ്മുടെ ഹെൽത്ത്, ജനറ്റിക്സ്, അല്ലെങ്കിൽ ചില എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഡയറ്റ്, നമ്മൾ എടുക്കുന്ന ചില മെഡിസിൻസ്, ഇതൊക്കെയും നമ്മുടെ ഹെയർ ഫോളിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ ഹെയർ ഫോളിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ചെയ്താൽ നിങ്ങൾക്കത് വർക്കാവും. അപ്പോൾ നമ്മുടെ മുടി കൊഴിയാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലുമാണ് നിങ്ങളുടെ റീസൺ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിളിൻ്റെ ഡാമേജ്. അതായത് നമ്മുടെ മുടിയിൽ ഫോളിക്കിൾസിന് ഡാമേജ് വന്നാൽ മുടി വേഗം കൊഴിയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അതായത് നമ്മൾ ഇതുവരെ ജീവിച്ചിരുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടി ആ സമയത്ത് പോകാൻ തുടങ്ങും. പിന്നെ വരുന്നത് സ്ട്രെസ്സാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹെയർ ഫോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എനിക്ക് സ്ട്രെസ്സ് വരുന്ന സമയങ്ങളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം. ഈ 2 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ഉണ്ടാവും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അടുത്തത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്. അതായത് നമ്മൾ ഹെയർ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, കെരാറ്റിൻ അതുപോലെയുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിയും. അടുത്തത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. അതായത് നമുക്ക് അനീമിയ, വിളർച്ച പോലെയുള്ളതോ അല്ലെങ്കിൽ തൈറോയ്ഡ് പോലെയുള്ള ഇഷ്യൂസോ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി കൊഴിയും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു തൈറോയിഡിൻ്റെ ടെസ്റ്റ് എടുത്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി. അതായത് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന വൈറ്റമിൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഹെയർ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് ഹോർമോൺ ചേഞ്ചസ് ആണ്. അതായത് PCOD പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരിലും ഹെയർ ഫോള് നന്നായിട്ടുണ്ടാവും. പിന്നെയുള്ളത് ചില മെഡിക്കേഷൻസ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ. അതായത് ഈ BP ഉള്ള ആളുകൾ അവർ കഴിക്കുന്ന ചില ടാബ്ലറ്റ്സ് അവർക്ക് മുടി കൊഴിയാനുള്ള കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില ജനറ്റിക്കലി ഉള്ള കാരണങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ എന്ത് കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് മുടി കൊഴിയാം. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് എല്ലാത്തിനേക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്നറിയോ? നമ്മുടെ ഡയറ്റ്. നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ എന്താണോ സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ ശരീരത്തിന് പുറത്ത് വിസിബിളായിട്ടുണ്ടാവുക. അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് സപ്ലൈ ചെയ്യേണ്ടത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം. നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീനും വൈറ്റമിനുമാണ്. അപ്പോൾ ഇത് റിച്ചായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത് റിച്ചായിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടല്ലേ. റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നറിയോ? അതായത് നമ്മുടെ ഈ റോസ്മേരി വാട്ടറിൽ ഒരുപാട് ആൽക്കലോയിഡ്സ് ഉണ്ട്. ഇവരാണ് ശരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. അതുമാത്രമല്ല, നമ്മൾ ഈ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഫോളിക്കിളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് ഇതുപോലെ പുതിയ ഹെയർ ഫോളിക്കിൾസ് വരും. അങ്ങനെയാണ് നമുക്ക് പുതിയ മുടി വളരുന്നത്. അതുമാത്രമല്ല, ഈ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സും റിച്ചായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ ഇൻഫ്ലമേഷൻ കാരണവും നമുക്ക് മുടി കൊഴിയാറുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. റോസ്മേരി വാട്ടർ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ പറയാം.
ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ലെങ്കിലും ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ബേബി ഹെയർസ് വരാൻ തുടങ്ങി. അതുമാത്രമല്ല എൻ്റെ മുടിയുടെ ആ ഒരു നോർമൽ ടെക്സ്ചറൊക്കെ ചേഞ്ചായി മുടി ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആവുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ അടുത്ത് റോസ്മേരി വാട്ടറിന് എത്ര സ്കോർ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 6 ഔട്ട് ഓഫ് 10 ആയിരിക്കും കൊടുക്കുക. ഒരുപക്ഷെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഹെയർ ലോസിൻ്റെ ആക്ച്വൽ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. റോസ്മേരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിലാദ്യത്തേത് ഡാൻഡ്രഫാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി മുടി കെട്ടി വെക്കാൻ പാടില്ല. കാരണം മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുമ്പോൾ അത് ഡാൻഡ്രഫും കൂടാനുള്ള കാരണമാകും. അപ്പോൾ അതുകൊണ്ട് റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം മുടി കെട്ടി വെക്കാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്തേത് അലർജീസ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജീസ് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്തതിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മൂന്നാമത്തേത് ഹെൽത്ത് ഇഷ്യൂസാണ്. അതായത് സൈനസൈറ്റിസ് പോലുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിന് ശേഷം മാക്സിമം റോസ്മേരി വാട്ടർ തലയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം അതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൈനസൈറ്റിസ് സിവിയർ ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഗൈസ്, നിങ്ങൾ ആർക്കെങ്കിലും ഇതേപോലെ സിവിയർ ആയിട്ടുള്ള ഹെയർ ലോസ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുക. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.